ഹായ്, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാട്ടിൽ നിന്ന് വന്ന് കയറിയിട്ട് ഏകദേശം 1 മണിക്കൂറായി. വന്ന് ഭക്ഷണം കഴിച്ചു, കുളിച്ച് ഭക്ഷണം കഴിച്ചു, കിടക്കണം. പക്ഷെങ്കിൽ ഇത് ചെയ്തിട്ടും കിടക്കുകയാണെന്നുണ്ടെങ്കിൽ സമാധാനം ഉണ്ടല്ലോ, പിന്നെ നമുക്ക് സമാധാനത്തിൽ എഴുന്നേറ്റാൽ മതിയല്ലോ. ഇല്ലെങ്കിൽ ഇത് ചെയ്യാതെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും അതിൻ്റെ ക്ഷീണവും പ്രയാസം, പിന്നെ അത് ലേറ്റായി പോകുമ്പോൾ നിങ്ങൾക്കും കിട്ടാൻ താമസിക്കും, മൊത്തത്തിൽ ജഹ പോയി. അപ്പോൾ ഇത് ചെയ്തിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിലോട്ടൊന്ന് വരാം. ഇന്ന് മുകളിൽ ഞാൻ മാർക്കറ്റിൻ്റെ ഗതി എന്ന് പറഞ്ഞില്ല, ലാൻഡ് ചെയ്തപ്പോഴാണ് ഗതി അറിഞ്ഞത്. മാർക്കറ്റ് നമ്മൾ രാവിലെ ഞാൻ അഡ്വാൻസ് ആയിട്ട് വോയിസ് ഇട്ട പോലെ തന്നെ ഒരു പരിധി വിടാതെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റായിരുന്നു അല്ലേ. ഇങ്ങോട്ടും പോയില്ല. സ്കാൽപ്പ് ചെയ്തവർക്ക് അത്യാവശ്യം എന്തെങ്കിലും കിട്ടി എന്നുള്ളതല്ലാതെ വേറെ മാർക്കറ്റ് എങ്ങോട്ടും പോയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിച്ചു എന്നുള്ളതല്ലാതെ വേറെ ഒന്നും സംഭവിച്ചില്ല. മിഡ് ക്യാപ്പിനകത്ത് നോക്കുവാണെങ്കിലും മിഡ് ക്യാപ്പിനകത്തിലാണെങ്കിലും ജസ്റ്റ് ഒരു ആടിക്കളി അല്ല അല്ലേ. ഒരു നല്ല സപ്പോർട്ട് എടുത്തതിന് ശേഷം ഒരു വൺ സൈഡ് റാലി കിട്ടി. വൺ സൈഡ് റാലി കിട്ടാൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞുതരാം എന്താണ്. അപ്പോൾ നമുക്ക് നിഫ്റ്റിയിലോട്ട് വരാം. നിഫ്റ്റിയിൽ നമ്മൾ ഈ 2 ദിവസം കഴിഞ്ഞ ട്രേഡ് ഡീലിൻ്റെ അവിടുത്തെ പോക്കിന് ശേഷം ഈ ഒരു ഉയർച്ചയ്ക്ക് ശേഷം മാർക്കറ്റ് കഴിഞ്ഞ 2 ദിവസമായിട്ട് കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തിൻ്റെ ഒരു സൂചനയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നുകിൽ ഒരു മുകളിലോട്ട് കുതിക്കാനോ അല്ലെ താഴോട്ട് വീഴാനോ ഉള്ള ഒരു സൂചനയാണ് എന്ന് മാത്രം നമ്മൾ കരുതിയാൽ മതി. അപ്പം തന്നെ വേറൊരു കാര്യം ചിന്തിക്കേണ്ടത്, മാർക്കറ്റിന് മുകളിലോട്ട് പോകാനുള്ളൊരു ഊർജ്ജം സംഭരിക്കുകയാണെന്ന് കൂടെ നമ്മൾ കണക്കാക്കണം. കാരണം നാളെ 1-2 കാര്യങ്ങൾ പ്രധാനമായിട്ട് സംഭവിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, നാളെ RBIയുടെ മോണിറ്ററി പോളിസി വരുവാണ്. ഓക്കെ, അപ്പോൾ RBIയുടെ മോണിറ്ററി പോളിസിക്കകത്തിൽ നാളെ റേറ്റ് അതുപോലെ നിലനിർത്തുമോ റേറ്റ് കുറയ്ക്കുമോ എന്നുള്ളതാണ് 2 ചോദ്യമാണ്. അപ്പോൾ നിലവിലെ അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം RBI സ്റ്റാറ്റസ് കോ, അതായത് നിലവിലുള്ള അവസ്ഥ തന്നെ തുടരാനാണ് സാധ്യത വളരെ കൂടുതൽ. കാരണം റേറ്റ് കട്ട് കുറയ്ക്കാൻ സാധ്യത കുറവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇൻഫ്ലേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഫ്ലേഷൻ ആണെങ്കിൽ ചെറിയ കൂടുതലാണ്, പരിധിക്കകത്ത് തന്നെയാണ് എങ്കിലും കുറച്ച് കൂടുതലാണ്. അപ്പം അങ്ങനെയാകുമ്പം RBI റേറ്റ് കട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അതൊന്ന്. അപ്പോൾ എന്തായാലും നാളെ 10 മണിയാകുമ്പം പിന്നെ RBI ഗവർണർ വരും. അപ്പം നമ്മളത് ഒന്ന് വാച്ച് ചെയ്യുക. അതിന് ശേഷം മാത്രം പുതിയ ആൾക്കാർ ട്രേഡ് ചെയ്യുന്നതായിരിക്കും ഉത്തമം. അല്ല ആ സമയത്ത് നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഉത്തമം. ഓക്കെ, ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ US-ഉം ഇറാൻ്റെ ഒഫീഷ്യൽസും US-ൻ്റെ ഒഫീഷ്യൽസും തമ്മിൽ മസ്കറ്റിൽ, അതായത് ഒമാനിൽ വെച്ചിട്ട് ഒരു പിന്നെ സമവായ ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ ന്യൂക്ലിയറുമായിട്ട് ബന്ധപ്പെട്ടും യുദ്ധമായിട്ട് ബന്ധപ്പെട്ടും പല ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ആദ്യം ഇത് അലമ്പി പിരിഞ്ഞതാണ്, പിന്നെ വീണ്ടും രണ്ടാമത് റീകൺഫേം ചെയ്ത് മസ്കറ്റ് വെച്ച് പിന്നെ ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ ആ ചർച്ചയുടെ ഔട്ട്പുട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അലസിപ്പിരിക്കുമോ അതോ അലസിപ്പിരിഞ്ഞാൽ ചിലപ്പം നമ്മുടെ അണ്ണന് ഭ്രാന്ത് കയറി എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ പണിയാവും. പക്ഷേ കാണിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇനി ഒരടിയൂടെ നടന്നു കഴിഞ്ഞാൽ താങ്ങാനുള്ള ശേഷി അമേരിക്കയ്ക്ക് കാണത്തില്ല. പറയുമ്പം വലിയ ഷോ ഒക്കെയാണ്, വലിയ രാജ്യമാണ്, ലോക പോലീസാണ്, വലിയ സാമ്പത്തിക ശക്തിയാണെന്നൊക്കെ പറയാമെങ്കിൽ തന്നെ അതിൻ്റെ അകത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ തന്നെയാണ് അമേരിക്ക പോകുന്നത്. അപ്പോൾ അതിലൂടെ ഒരു യുദ്ധം കൂടെ ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ താങ്ങാനുള്ള ശേഷി അമേരിക്ക ഉണ്ടോ എന്നുള്ള കാര്യം വളരെ, ഞാനീ പറയുമ്പോൾ ആരെങ്കിലും വിമർശനം ഉന്നയിക്കാൻ സാധ്യതയുണ്ടെങ്കിലും സത്യം ഇതാണ്. നമുക്കപ്പോൾ അതിനകത്ത് ചുഴന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്ക അതിന് ധാരാളം പ്രതിസന്ധികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു യുദ്ധത്തിലേക്ക് പോകുമോ എന്നുള്ള കാര്യം, ഇതിങ്ങനെ സാധനമൊക്കെ നേരത്തെ വെച്ച് ഷോ കാണിക്കും, ഇപ്പോൾ അടിക്കും എന്ന് പറഞ്ഞെങ്കിലും അടി നടക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. അടിച്ചാൽ അതിൻ്റെ തിക്തഫലം വളരെ ഭയാനകമായിരിക്കും. അത് ലോകത്തിൽ മൊത്തത്തിൽ തന്നെ വലിയൊരു അനിശ്ചിതാവസ്ഥയ്ക്ക് കാരണമാകാൻ സാധ്യത വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ. കാരണം ഇറാൻ്റെ പിന്നെ പരിധിയിലാണ് പിന്നെ എല്ലാ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും, പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസ്. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ അത് സമ്മതിക്കുമെന്നൊക്കെ, അടിക്കുകയാണെങ്കിൽ അവിടുന്ന് വേണം അടിക്കാൻ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് എത്രത്തോളം അത് നടക്കും എന്നുള്ളത് കണ്ടറിയണം. എനിവേ, നമുക്ക് നോക്കാം. നമ്മുടെ കയ്യിലെല്ലാ കാര്യങ്ങളിരിക്കും. ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം. എന്തായാലും നമ്മൾ ബി പ്രിപ്പയർ. ഓക്കെ, പിന്നെ അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഡീലുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മുടെ ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട് വാക്കാൽ പറഞ്ഞു ട്രേഡ് ഡീൽ 18% ആയി എന്ന് പറഞ്ഞു. എങ്കിൽ തന്നെയും അത് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടില്ല. അത് സത്യം പറഞ്ഞാൽ അത് കുറച്ച് പ്രൊസീജിയറുണ്ട്. ചുമ്മാ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ കിടന്ന് കളിക്കുന്നത് പോലെ ഒറ്റ സുപ്രഭാതത്തിൽ വന്നിട്ട് അങ്ങോട്ട് പറഞ്ഞ് സൈൻ ചെയ്ത് പോകുക എന്നുള്ളതല്ല. അതിന് കുറേ പ്രൊസീജിയറുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് അതിൻ്റെ എഗ്രിമെൻറ്റ് സൈനിങ്
അതിൻ്റെ ഒഫീഷ്യൽസ് വന്നിട്ട് ഏകദേശം മിക്കവാറും 2, 3, 4 ദിവസം നടക്കാനുള്ള സാധ്യതയുണ്ട്. അതിന് മുന്നേ ഇതിനകത്തിൽ എന്തൊക്കെയാണ് ഈ ട്രേഡ് ഡീലിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്ന സംഭവങ്ങളുള്ളത് മുഴുവൻ പുറത്തു വരണം. ഇതുവരെ മുഴുവൻ പുറത്തു വന്നിട്ടില്ല. അത് മാത്രമല്ല, ഫെബ്രുവരി 7-ാം തീയതി കർഷകർ ഒരു ഭാരത് ബന്ദ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പല പല പ്രശ്നങ്ങൾ, പിന്നെ ഒരു അനിശ്ചിതാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം മാർക്കറ്റ് ഉറ്റുനോക്കണം. അപ്പം ഞാൻ എപ്പോഴും പറയാറില്ലേ, മാർക്കറ്റിന് അൺസർട്ടനിറ്റി ഇഷ്ടമല്ല. മനസ്സിലായില്ലേ? ഒരു അൺസർട്ടനിറ്റിയിൽ മാർക്കറ്റ് പെട്ടുപോയി കഴിഞ്ഞാൽ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിച്ച് അവിടെ നിന്ന് കളിക്കുന്നതല്ലാതെ നമുക്കൊരു ഒരു ഒരു വൺ സൈഡ് മൂവ് കിട്ടത്തില്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു വൺ സൈഡ് മൂവ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ അൺസർട്ടനിറ്റി ഇതൊക്കെ മാറിക്കിട്ടണം. RBIയുടെ മോണിറ്ററി പോളിസിയുടെ കാര്യത്തിൽ തീരുമാനമാകണം. പിന്നെ ഇറാനിൻ്റെ പിന്നെ വാരോട്ടുള്ള ആ അൺസർട്ടനിറ്റി മാറണം. പിന്നെ നമ്മൾ ട്രേഡ് ഡീലോട്ടുള്ള അൺസർട്ടനിറ്റി മാറണം. ഇപ്പോൾ തന്നെ നമുക്ക് കർഷകർ എന്തിനാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്? അപ്പോൾ അവർ പറയുന്ന പാലുൽപ്പന്നങ്ങൾക്ക് അനുമതി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ചോളം ഒക്കെ അനുമതി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അതിനകത്ത് എന്തൊക്കെ എക്സംഷൻ ഉണ്ട്, എന്തൊക്കെ കവർ ചെയ്യുന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അപ്പം ഡയറി പ്രോഡക്റ്റ് ആണെങ്കിലും അതിനകത്ത് എന്തൊക്കെ പ്രോഡക്റ്റാണ് ഇന്ത്യ അനുവദിച്ചേക്കുന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അപ്പോൾ അതൊക്കെ വന്നതിന് ശേഷം മാത്രമേ ഒരു കറക്റ്റ് വഴിത്തിരിവ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ട്രേഡ് ചെയ്യുന്നവർ വളരെ സൂക്ഷിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. ഓക്കെ, ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റേ IT-യുടെ പ്രശ്നം നമ്മൾ പറയുകയാണെങ്കിൽ ആന്ത്രോപിക് കമ്പനി അത് ഒരു വലിയൊരു ടൂൾ കണ്ടുപിടിച്ചു, അതുകൊണ്ട് ഒത്തിരി പേർ പണി പോകുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സംഭവം നടക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും 2 ദിവസം അതിൻ്റെ പുറകെയായിരുന്നു മാർക്കറ്റ്. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം IT നാളെ മുതൽ റീബൗൺസ് ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വീണതൊക്കെ തന്നെ പതുക്കെ ഈ പറയുന്ന ഇൻഫിയും ഗോഫോർജും ഒക്കെ തിരിച്ചു കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നാളെ നമുക്കറിയാം, എന്തായാലും നാളെ കണ്ടറിയാം എന്താണ് IT-യുടെ. കാരണം 7% അല്ല 5% നമ്മുടെ ആദ്യത്തെ ദിവസം നമ്മുടെ ഇൻഫി വീണത്, ADRൽ വീണത്. പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം 7% നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് വീണു. അപ്പോൾ അതിൻ്റെ ആനുപാതികമായിട്ട് വീണ്ടും ഒരു കറക്ഷൻ US മാർക്കറ്റിലുണ്ടായി. ഇന്ന് ചെറിയൊരു ഫ്ലാറ്റാണ്. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇൻഫി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നൊരു ഫ്ലാറ്റ് 15 പോയിൻ്റ് എന്നൊക്കെ പറയുന്നത് വലിയ സംഭവമല്ല. 15 പോയിൻ്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. TCS വെറും 7 പോയിൻ്റ് മാത്രമേ ഉള്ളൂ. അപ്പം ഏകദേശം അതിൻ്റെ ആ ഒരു വീഴ്ചയുടെ പ്രഭാവം കഴിഞ്ഞു. അപ്പോൾ ഇനി ഇവിടുന്ന് തിരിച്ച് കയറണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ ADRും നാളത്തെ ഇന്ത്യൻ മാർക്കറ്റിലെ IT സെക്ടറിൻ്റെ പെർഫോമൻസോട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം IT-യുടെ ദിശ എങ്ങോട്ടാണെന്നുള്ളത്. കാരണം കഴിഞ്ഞ 2 ദിവസവും IT ആണ് നമ്മുടെ ഈ നിഫ്റ്റിയെ മലർത്തി അടിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇനി ആ മലർത്തി അടിച്ചവൻ തന്നെ തിരിച്ചു കയറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയണം. ഇന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിലയൻസ് 2 ദിവസം ഓടിയതിൻ്റെ ക്ഷീണമാണ്. റിലയൻസ് കഴിഞ്ഞ 2 ദിവസം നല്ല രീതിയിൽ പെർഫോം ചെയ്തു. അതിൻ്റെ ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് ക്ഷീണമാണ് ഈ 13 കാണുന്നത്. HDFC പറഞ്ഞ പോലെ തന്നെ 2 ദിവസം ഓടി ഫ്ലാറ്റായിട്ട് ക്ലോസ് ചെയ്തു. ICICI ബാങ്ക് നല്ല രീതിയിൽ 2 ദിവസം പെർഫോം ചെയ്തു. അതിൻ്റെ ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ്. ഇതൊക്കെ മാത്രമേ ഉള്ളൂ. ഇവിടെ വലുതായിട്ട് വലിയ നെഗറ്റീവ്സ് ഒന്നും കാണാനില്ല. അപ്പം നിങ്ങൾക്ക് ഓർമ്മയാണ് നടത്തിലേക്ക് ഇതുപോലെ തന്നെ ഒരു 2-3 മാസത്തിന് മുൻപ് NVIDIAയിൽ ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായി. ചിപ്പുമായിട്ട് സെമി കണ്ടക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായി. അങ്ങനെ NVIDIA കുത്തനെ ഇടിഞ്ഞ് താഴെ പോയി വലിയ വിഷയമുണ്ടായി. അതിനുശേഷം വീണതിന് ശേഷം ആ വീണതുപോലെ തന്നെ സാധനം തിരിച്ചു കയറി. അപ്പോൾ ഇതൊക്കെ മാർക്കറ്റിലുള്ളൊരു റൂമർ. അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയത്തില്ല. ഇപ്പം ഈ ആന്ത്രോപിക് കമ്പനി, ആന്ത്രോപോളജി എന്നാണ് പെട്ടെന്ന് വായിലോട്ട് വരുന്നത്. അപ്പോൾ ആ കമ്പനി ആന്ധ്ര ചേർത്തൊരു പേരാ, ഞാൻ ഇന്നലെ പറഞ്ഞതല്ല, മറന്നുപോയി. എന്തിലും ആട്ടെ, നിങ്ങൾ കാര്യം മനസ്സിലായാൽ മതിയല്ലോ. അപ്പോൾ ആ കമ്പനി പിന്നെ ഈ പറയുന്ന ഒരു ടൂൾ കണ്ടുപിടിച്ചു. അപ്പം മനുഷ്യൻ ചെയ്യുന്ന പണി അത് പെട്ടെന്ന് സെക്കൻഡ് കൊണ്ട് ചെയ്യും എന്നുള്ളതാണ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നത്. അപ്പം അതിൻ്റെ ഇനിയിപ്പം ഇത് ഓൾറെഡി ജസ്റ്റ് ഒരു ന്യൂസ് വന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്, ഇതിനകത്തോട് കൂലങ്കഷമായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇറങ്ങി കയറി ചിന്തിച്ച് തപ്പിപ്പറക്കിയെങ്കിൽ മാത്രമേ കറക്റ്റ് കാര്യം അറിയത്തുള്ളൂ. ഓക്കെ, അപ്പം വരും ദിവസങ്ങളിൽ ഇതിനെപ്പറ്റി കൂടുതൽ വാർത്തകൾ പുറത്ത് വരുമ്പോൾ അറിയാം നമുക്കിതിൻ്റെ മെറിറ്റും ഡീമെറിറ്റും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ആരെയൊക്കെ ബാധിക്കും, ഏതൊക്കെ കമ്പനിയെ ബാധിക്കും, എങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾ കാത്തിരിക്കുക. എന്തായാലും അതിൻ്റെ ആ ഒരു ഓളം കഴിഞ്ഞു. ഇനിയിപ്പം ആ ഓളത്തിന് ശേഷം നമുക്ക് നാളെ IT തിരിച്ചു കയറി. അങ്ങനെ IT തിരിച്ചു കയറുവാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ ന്യൂട്രലായിട്ട് നിന്നാലും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും മാർക്കറ്റ് തിരിച്ച് കയറും എന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ നാളെ RBI മോണിറ്ററി പോളിസി ഈ പറയുന്ന ഇറാനുമായിട്ടുള്ള സമവായത്തിൽ എന്തെങ്കിലും ഒരു ധാരണയിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ തിരിച്ചു കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴും നിലവിലുള്ള ഒരു സമ്മറി. അപ്പം നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്, പിന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാനുള്ള അവസരം. അപ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാനുള്ള നമ്പർ ഞാൻ ഇതിനകത്ത് കൂടെ കൊടുത്തേക്കാം. ഓക്കെ, നിങ്ങൾ ആ നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. അല്ലാതെ ഞാൻ ഹായ് ഇട്ടിട്ട് എൻ്റെ റിപ്ലൈക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യും. പലരും അങ്ങനെ ഹായ് സാർ
എന്നിട്ട് പിന്നെ എൻ്റെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. നിങ്ങൾ അങ്ങനെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ വോയിസ് എങ്കിൽ വോയിസ് ആയിട്ട് അയക്കുക, അല്ലെങ്കിൽ മെസ്സേജ് എങ്കിൽ എനിക്ക് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞ് നിങ്ങളൊരു മെസ്സേജ് അയക്കുക. ഓക്കെ, എന്തായാലും ഈ പറയുന്നവരോട് എല്ലാവരുടെ കാര്യം പറയാം, അതിന് ചെറിയൊരു സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. ഓക്കെ, സബ്സ്ക്രിപ്ഷൻ ഇല്ല, ഫ്രീ അല്ല. ചെറിയ സബ്സ്ക്രിപ്ഷൻ വെച്ചാൽ നിങ്ങൾക്കൊരു ഒരു ഒരു മാസത്തിൽ ഒരു 2-3 ചായയും കടിയും കഴിക്കുന്ന പൈസ അത്ര മാത്രമേ ഉള്ളൂ, അല്ല വലിയ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്താൽ മതി, ആരും നിർബന്ധിക്കുന്നില്ല. ഇതിൻ്റെ പുറകെ ഞാൻ നടക്കാറുമില്ല, ആർക്കും മെസ്സേജ് അയക്കാനും പോകുന്നില്ല. ഓക്കെ, അപ്പം നിങ്ങൾ ധാരാളം പേര് എന്നോട് മെസ്സേജ് അയച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ചെറിയ സബ്സ്ക്രിപ്ഷൻ ഫീസ് കാണും, അപ്പം അത് താല്പര്യമുള്ളവർ മാത്രമേ അതിനകത്തിൽ വരാവൂ. ഓക്കെ, ഇത് പൊക്കി പിടിച്ചിട്ടാണ് അങ്ങേര് പെയ്ഡ് ഗ്രൂപ്പ് തുടങ്ങിയെന്ന് പറഞ്ഞ് ആരും കൊടി പിടിക്കാനും വരണ്ട. ഓക്കെ, ഇതിൽ നിന്ന് പറയുവാൻ എനിക്ക് താല്പര്യമില്ല. ഓക്കെ, അപ്പം എന്തായാലും ഞാൻ നമ്പർ ഇതിൻ്റെ താഴെ വച്ചേക്കാം. നിങ്ങൾക്ക് ആ നമ്പറിൽ നിങ്ങളൊരു വാട്സപ്പ് മെസ്സേജ് മാത്രം അയയ്ക്കുക. ഓക്കെ, താല്പര്യമാണെന്നുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, അപ്പം നമുക്ക് നാളെ, അപ്പോൾ കാര്യം പറഞ്ഞില്ലല്ലോ, പറഞ്ഞങ്ങ് പോകും. അപ്പോൾ ലെവൽ പറയണ്ടേ, ലെവൽ നാളെ. അപ്പോൾ ഇന്ന് നോക്കിയേ, മാർക്കറ്റ് ഇതിപ്പോൾ ഈ 2 ദിവസം കൊണ്ട് എന്ത് ചെയ്യുന്നു, കൺസോളിഡേറ്റ് ചെയ്യുന്നു. ആദ്യം ഈ റേഞ്ചിലായിരുന്നു, അതിനുശേഷം ഇന്ന് ഈ റേഞ്ചിലാണ്, ഇല്ലേ? അതായത് ഇന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ലോ, ആ ലോയെ മാർക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ നാളെ നമുക്ക് നോക്കേണ്ട കാര്യം ഇത് ബ്രേക്ക് ചെയ്യുന്നുള്ളതാണ്. അതായത് 25,687, ഞാൻ പറഞ്ഞല്ലോ കുറേ നാളുകൊണ്ട് പറയുന്നു, 687 തലവരെയാണ്, ഇല്ലേ? കഴിഞ്ഞ 3-4 ദിവസം കൊണ്ട് നമ്മൾ പറയുന്നൊരു നമ്പറാണ്. 25,687 തലവരെയായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നാളെ നമുക്ക് വീണ്ടും 687 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു അപ്സൈഡ് റാലി കിട്ടും. അത് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ 817 കടന്ന് മുകളിലോട്ട് പോയെങ്കിലേ നമുക്ക് പറ്റൂ. ഓക്കെ, ഇല്ല ഇനി ബ്രേക്ക് ചെയ്യുവാണ്, ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് ബ്രേക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ ലോ ബ്രേക്ക് ചെയ്യണം. 25,563 ബ്രേക്ക് ചെയ്ത് താഴെ പോയി 25,500 എന്ന് പറഞ്ഞ സൈക്കോളജിക്കൽ സപ്പോർട്ട്, 25,500 സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുമോ, ഇത് ബ്രേക്ക് ചെയ്യാൻ നോക്കണം. ഇവിടെ നിർണായകമായിരിക്കും. താഴോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ, ഇതും പൊട്ടി താഴോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ടെന്ന് നോക്കുക. ഇവിടെ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിയാൽ ഓക്കെ, ഇല്ല ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പണി പാളും. അപ്പോൾ നമുക്ക് പിന്നെ അടുത്ത സംഭവം കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കാം, അങ്ങനെ സംഭവിക്കത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് നോക്കാം, എന്തായാലും വിശ്വാസം രക്ഷിക്കട്ടെ. 25,687 നിങ്ങൾ കൃത്യമായിട്ട് വരച്ചിടുക. ഇതായിരിക്കും നിർണായകമായ ലൈൻ. ഓക്കെ, ഇവിടെ തീരുമാനിക്കും എന്തോ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണം എന്നുള്ളത് ഈ നമ്പർ, ഈ ലൈനും തീരുമാനിക്കും. ഓക്കെ, അത്ര മാത്രമേ പറയാനുള്ളൂ. ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു റേഞ്ച് ബോണ്ടാണ്. നോക്കി കണ്ടോ എന്ത് കൃത്യമായിട്ടാണ്, ഒരു റേഞ്ച് ബോണ്ടിന് അതിലാണ്. അപ്പോൾ ഇതിനകത്ത് നോക്കി 60-360 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് മേലോട്ട് പോയെങ്കിൽ മാത്രമേ ഒരു അപ്സൈഡ് ഉള്ളൂ. ഇല്ല 955 പൊട്ടി താഴെ പോയാൽ 621 അത് മാത്രമേ ബാങ്ക് നിഫ്റ്റിയെ പറ്റി പറയാനുള്ളൂ. പ്രധാനമായിട്ട് ഉള്ള സംഭവമാണ് മിഡ് ക്യാപ്പിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കാരണം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്ത് കളിക്കുകയാണ്. അപ്പം എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് ഉണ്ടെങ്കിൽ ഇവനും മുകളിലോട്ട് പോകത്തുള്ളൂ. എത്രയും പെട്ടെന്ന് 14,000 എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെങ്കിൽ അതിന് സഹകരിക്കേണ്ട ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഫോർജും കുമിൻസ് ഇവിടെ ഉണ്ടല്ലോ, ഇവരൊക്കെയാണ് അതിലെ മെയിൻ താരങ്ങൾ. ഓക്കെ, ഹീറോ മോട്ടോകോപ്പ് വളരെ നെഗറ്റീവാണ്. നോക്കിക്കേ, അത് ഓരോ ദിവസവും താഴെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹീറോ മോട്ടോകോപ്പ് BC ഓൾറെഡി പെർഫോം ചെയ്തിരിക്കുകയാണ്, 2,900 ഓക്കെ, ഇനി അയാളുടെ പെർഫോമൻസ് വളരെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ പിന്നെ 3,000 കടന്ന് ബ്രേക്ക് ഔട്ട് കിട്ടണം. ഹീറോ മോട്ടോകോപ്പ്, ഡിക്സണ് കഴിഞ്ഞ 2 ദിവസം കൊണ്ട് 1000 പോയിന്റ് മേളിൽ കയറി. ഇന്ന് അതിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഈ 300 പോയിന്റ് കാണുന്നത്. അപ്പം ഈ പറയുന്ന ഹീറോ മോട്ടോകോപ്പും ഡിക്സണും ഈ പറയുന്ന പോളിസി ബസാർ ഇന്ന് പിടിച്ചു നിന്നുകൊണ്ടാണ് ഇത്രയും പോളിസി ബസാർ ഇത്രയും കയറിയോണ്ടാണ് ഇന്ന് നിഫ്റ്റി മിഡ് ക്യാപ്പ് വീഴാതെ പിടിച്ചു നിന്നത്. ഇല്ലെങ്കിൽ നിഫ്റ്റിയോട് വീഴേണ്ടതാണ് മിഡ് ക്യാപ്പ്. പോളിസി ബസാർ ഒറ്റ ഒരാളാണ് നമ്മളെ ഇതിനെ പിടിച്ചു നിർത്തിയത്. അതുപോലെ തന്നെ HDFC AMC, ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഇവരൊക്കെ കുമിൻസ് ഇന്ത്യ 189 പോയിന്റ്, ഇന്ന് 4.5%. ഞാനിത് ഓൾറെഡി 2 ദിവസം മുമ്പ് പറയാം കുമിൻസ് ഇന്ത്യയുടെ കാര്യം, ഇല്ലേ? ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അപ്പോൾ ഇവർ 3 പേരോടാണ്, പോളിസി ബസാറും കുമിൻസ് ഇന്ത്യയും കൂടാണ് ആരെ പിടിച്ചു നിർത്തിയത്? മിഡ് ക്യാപ്പിനെ പിടിച്ചു നിർത്തിയത്. അല്ലാതെ ഇന്ന് മിഡ് ക്യാപ്പ് പൊട്ടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നാളെ ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നു നോക്കുക. ഹീറോ മോട്ടോകോപ്പും ഈ ഡിക്സണും ഈ കോഫോർജും കൂടെ നാളെ ഒന്ന് പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പ് എന്ത് ചെയ്യും? മുകളിലോട്ട് കയറി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അത് നിങ്ങൾ അതിൽ ട്രേഡ് ചെയ്യുന്നവരെ, മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്നവരെ കൃത്യമായി ഈ ലെവലുകൾ നോക്കി മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുക. 700 കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് 944 കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കണ്ട് ട്രേഡ് ചെയ്യുക. നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.